22 ലക്ഷം പേര് എഴുതിയ വൺ നാഷണൽ എക്സാം നീറ്റ് 2026 ക്യാൻസൽ ചെയ്യപ്പെട്ടു. നിങ്ങൾ ആ നമ്പർ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. 22 ലക്ഷം എന്ന് പറയുന്നത് ഒരുപാട് രാജ്യങ്ങളുടെ മൊത്തം പോപ്പുലേഷനേക്കാൾ കൂടുതലാണ്. ഇതിൽ 15 ലക്ഷം പേരുടെയെങ്കിലും കുടുംബം ലക്ഷക്കണക്കിന് രൂപ കോച്ചിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടാവും. ഇന്ത്യയിലെ ഫ്യൂച്ചർ ഡോക്ടേഴ്സിനെ തീരുമാനിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയ എക്സാം കണ്ടക്ട് ചെയ്യുന്നതിൽ NTA അഗെയിൻ ഫെയിലായി. നമുക്ക് ഇതിന്റെ പാറ്റേൺ ഒന്ന് പരിശോധിക്കാം. 2024 നീറ്റുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് പേപ്പർ ലീക്ക് അലിഗേഷൻ ഉണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയും 1500 പേർക്ക് റീടെസ്റ്റ് നടത്തുകയും ചെയ്തു. ഇതേ വർഷം ഇന്റഗ്രിറ്റി കൺസേൺ കാരണം UGC നെറ്റ് എക്സാം ക്യാൻസൽ ചെയ്യപ്പെട്ടു. 2025 CUT എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ഇഷ്യൂസും ഡിസ്ട്രപ്ഷൻസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആൻഡ് ഫൈനലി 2026 നീറ്റ് എക്സാം നാഷണൽ വൈഡ് ക്യാൻസൽ ചെയ്യപ്പെട്ടു. ഒരു മിനിറ്റ് വൈകിയാൽ ഡിസ്ക്വാളിഫൈഡ് ആകുന്ന, ഒരു റൂൾ വയലേറ്റ് ചെയ്താൽ ഒരു കരിയർ മൊത്തം നശിക്കുന്ന ഒരു എക്സാം രാജ്യം മുഴുവൻ ലീക്കായിട്ടും ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആരും ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ്? 5 വർഷം മുന്നേ ഒരു എക്സാം എഴുതുന്നവർക്ക് പരീക്ഷ നല്ല മാർക്ക് കിട്ടുമെന്ന് ടെൻഷൻ അടിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആകുമോ, എക്സാം ക്യാൻസൽ ചെയ്യപ്പെടുമോ എന്ന് കൂടി ഭയപ്പെടേണ്ടതായിട്ട് വരും. കാരണം ഇനി മുതൽ ഇന്ത്യ ഇങ്ങനെയൊക്കെയാണ്. ഫോളോ ഫോർ മോർ എഡ്യൂക്കേഷൻ ആൻഡ് പൊളിറ്റിക്കൽ കോണ്ടന്റ്സ്.